ഇൻ്റഗ്രൽസ് എന്ന 7ാം ചാപ്റ്ററിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മുടെ ഡിഫറൻസിയേഷൻ 6ാം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഹയർ ക്ലാസ്സുകളിലെല്ലാം അനേകം ആപ്ലിക്കേഷനുള്ള ഒരു പാഠഭാഗമാണ് ഇൻ്റഗ്രേഷൻ. അതിനാൽ വിദ്യാർത്ഥികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഇത് പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്തായിട്ട് നമ്മളെ 7ാമത്തെ ചാപ്റ്റർ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചു. പലതരം ഫങ്ഷൻസിൻ്റെ ഡിഫറൻഷ്യൽ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡിഫറൻഷിയേഷൻ്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ്സ് ഇൻ്റഗ്രേഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ ഇൻ്റഗ്രൽ അല്ലെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന് ഒത്തിരി ഹയർ സ്റ്റഡീസിലൊക്കെ ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ളതാണ്. സയൻസിലും അതുപോലെ തന്നെ പല ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിങ്ങിലും അവിടെ എല്ലാം ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ള ഒരു പോർഷനാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻ്റഗ്രൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഡിഫറൻസിയേഷൻ എന്നൊരാശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ d/dx ഓഫ് s² നമ്മൾ 2x ആണെന്ന് വിളിക്കും. s² ഡിഫറൻഷ്യലാണ് 2x എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തിരിച്ചൊന്ന് പറയാനുള്ള ഒരു മാർഗ്ഗമാണ് ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുകയാണ് ഇൻ്റഗ്രൽ ഓഫ്, നമുക്ക് തിരിച്ച് പറയാനായിട്ട് ഇൻ്റഗ്രൽ ഓഫ് 2x = s². അപ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് s² is 2x. അത് നമ്മൾ തിരിച്ച് പറയുന്ന ഇൻ്റഗ്രൽ ഓഫ് 2x is s². അത് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ ഈ ഒരു സിമ്പിളാണ്. അതായത് എസ് എന്നുള്ള ഈ സിമ്പിള് അത് വലിച്ചു നീട്ടി ഇങ്ങനെ ഇടുന്നതായിട്ട് നമുക്ക് കരുതാം. അപ്പോൾ ഇൻ്റഗ്രൽ ഇത് വായിക്കുന്ന ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 2x dx is equal to s². ഇവിടെ നമ്മൾ ഈ ഡി എക്സിനെ നമ്മൾ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഡി വൈ ആണ്. ഇപ്പം ഇവിടെ ഫംഗ്ഷൻ എല്ലാം വൈയിലാണ്. ഇവിടെ ഡി വൈ ആണെങ്കിൽ അവിടെ ഡി വൈ ആയിരിക്കും വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് d/dx ഓഫ് sin x = cos x എന്ന് പറയും. അത് നമുക്ക് തിരിച്ച് പറയാനായിട്ട് ഇൻ്റഗ്രൽ ഓഫ് cos x dx = sin x എന്ന് നമ്മൾ പറയും. ഇത് വായിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് cos x dx = sin x. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു എക്സാമ്പിളൊക്കെ e⁻x ഡിഫറൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. e⁻x തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് പറയാൻ ഇൻ്റഗ്രൽ ഓഫ് e⁻x e⁻x എന്ന് dx വേരിയബിളോട് നമ്മൾ എപ്പോഴും എഴുതണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ x ആണെങ്കിൽ dx എന്ന് എഴുതണം, y ആണെങ്കിൽ dy എന്ന് എഴുതണം. അപ്പം ഇൻ്റഗ്രൽ ഓഫ് e⁻x is e⁻x. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഇൻ്റഗ്രൽ ഓഫ് cos x dx = sin x എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ sin x നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് cos x, ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്നോ ആൻറ്റി ഡെറിവേറ്റീവ് എന്നോ ആൻറ്റി ഡെറിവേറ്റീവ് പ്രിമിറ്റീവ് ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ തിരിച്ചുള്ളൊരു ആശയമായതുകൊണ്ട് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ sin x നമ്മൾ ഈ cos x എന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്നോ ആൻറ്റി ഡെറിവേറ്റീവ് എന്നോ പ്രിമിറ്റീവ് എന്നോ ഒക്കെ പറയാറുണ്ട്. cos x നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ cos x നമ്മൾ ഇൻ്റഗ്രൻ്റ് എന്ന് പറയും. ഇൻ്റഗ്രൻ്റ്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ഇൻ്റഗ്രൻ്റും ഇത് ഇൻ്റഗ്രലുമാണ്. ഇൻ്റഗ്രൽ എന്നോ ആൻറ്റി ഡെറിവേറ്റീവ് എന്നോ പ്രിമിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. ഇപ്പം d/dx ഓഫ് f of x is equal to small f of x ആണെന്ന് വിചാരിക്കും. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ f. അപ്പോൾ തിരിച്ച് നമ്മൾ പറയും ഇൻ്റഗ്രൽ ഓഫ്, നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ ഓഫ് f of x is equal to capital F(x). അതായത് ക്യാപിറ്റൽ F of x ഡെറിവേറ്റീവ് ആണ് സ്മോൾ f(x) എങ്കിൽ
സ്മോൾ എഫ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഇൻ്റഗ്രൽ ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ഇൻ്റഗ്രേഷൻ that is d by dx of capital F. If d by dx of capital Fx is equal to small fx, then integral of small fx is equal to capital Fx. This process is known as the integration. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ and constant of integration. Constant of integration. അപ്പോൾ നമ്മളിങ്ങനെ ഇത്ര നേരം ഇങ്ങനെയാണ് പറഞ്ഞത് ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ തിരിച്ചു പറയും ഇൻ്റഗ്രേഷൻ ഓഫ് അല്ലെ ഇൻ്റഗ്രൽ 2x dx ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ നമ്മൾ പറയും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിച്ചു. അപ്പം നമുക്കറിയാം എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്, പ്ലസ് 1ൻ്റെ 0 ആണ്. പ്ലസ് 0 നമ്മൾ സാധാരണ എഴുതാറില്ല. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ പറയാം ഇൻ്റഗ്രൽ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻ്റഗ്രൽ 2x dx ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ നമുക്ക് പിന്നെയും പറയാം ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ആണെങ്കിൽ നമുക്കെന്ത് പറയും, ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2x ആണ്, മൈനസ് 0 ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പറയുമ്പോൾ ഇൻ്റഗ്രൽ 2x dx ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നം വന്നു. നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 2x എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ 2x എന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ആകാം. നമ്മൾ പറഞ്ഞു തന്നെ ഇതാണ് 2x dx ഇൻ്റഗ്രൽ 2x dx എന്ന് പറയുന്നത് ഒന്നീ എസ് സ്ക്വയർ പ്ലസ് 0 ആകാം, സ്ക്വയർ മാത്രമായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് 1 ആകാം, അല്ലെങ്കിൽ എസ് സ്ക്വയർ മൈനസ് 1 ആകാം. ഇങ്ങനെ പല ഇൻ്റഗ്രൽസ് ഇതിന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമുക്കൊരു അവിടെ ഒരു കൺഫ്യൂഷൻ വരും, ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത്, എന്താണ് അങ്ങനെ ഈ പല ഇൻ്റഗ്രൽ വരാൻ കാരണം, ഈ 2x എന്ന് പറയുന്ന ഫംഗ്ഷന് അങ്ങനെ പല ഇൻ്റഗ്രൽ വരാനുള്ള കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ അതങ്ങ് 0 ആയിപ്പോൾ. അപ്പോൾ പിന്നെ ഏത് കോൺസ്റ്റൻറ്റ് എഴുതിയോ 0യോ -1 +1 2 3 5 ഏത് എഴുതിയാലും നമുക്ക് ഈ ഒരു ഡെറിവേറ്റീവാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ പല നമ്പേഴ്സ് ഇത് കഴിഞ്ഞിട്ട് പല നമ്പേഴ്സ് ഇവിടെ വരാൻ കാരണം. അതായത് നമ്മൾ പറഞ്ഞു വന്നതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സ്മോൾ എഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഈ എഫ് ഓഫ് എക്സ് പ്ലസ് സിയും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഡി ഓഫ് എക്സ് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ഇത് തന്നെ കിട്ടാൻ വരുള്ളൂ. കാരണം എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അത് സ്മോൾ എഫ് എക്സ് ആണെന്ന് കരുതുക, പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് 0 ആയിട്ട് വരും. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് മാത്രം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വരാനായിട്ട് കാരണം. അപ്പോൾ നമുക്കിതിനെ തിരിച്ചെഴുതുമ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പല കോൺസ്റ്റൻറ്റ് വന്നു, പ്ലസ് ആകാം, -1 ആകാം, +0 ആകാം. അപ്പം കോൺസ്റ്റൻറ്റിന് പൊതുവായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നങ്ങ് പറയുക. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന ഏത് നമ്പറോ ഏത് റിയൽ നമ്പറും ആകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് മാത്രമേ വരുള്ളൂ. കാരണം കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയത്. നമ്മൾ തിരിച്ച് പറയുമ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ സിയും കൂടെ നമ്മൾ സാധാരണ രീതിയിൽ എഴുതാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഈ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഈ സി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ആർബിട്രറി കോൺസ്റ്റൻ്റ്
അതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ്. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം ഏതൊരു ഫംഗ്ഷൻ നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ കാണുമ്പോഴും അതിൻ്റെ കൂടെ ഒരു സിയും കൂടെ നമ്മൾ സാധാരണ രീതിയിൽ, കാരണം മനസ്സിലായല്ലോ, ഇവിടെ ഏത് സംഖ്യ കോൺസ്റ്റന്റ് നമ്പർ എഴുതിയാലും തിരിച്ചെഴുതുമ്പോൾ ഇപ്പുറത്ത് ആ കോൺസ്റ്റന്റ് വരും. അപ്പോൾ നമ്മളതിന് പൊതുവായിട്ടൊരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്താ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് എനി വാല്യൂ, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സിയെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഈ സിയെ നമ്മൾ സാധാരണ രീതിയിൽ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. വെറും സി എഴുതാതിരുന്നെങ്കിൽ സിയുടെ മീനിങ് അവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 ആണെന്ന് നമുക്ക് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ ഏതൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാറുണ്ട്, സാധാരണ രീതിയിൽ എഴുതും. ഇനി സി എഴുതിയില്ല, അതിൻ്റെ മീനിങ് എന്താണ്? സി 0 ആണെന്നുള്ളതാണ്. ഇനി നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമ്മൾ പഠിക്കുക. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമുക്കറിയാം, ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കോൺസ്റ്റന്റ് സി അല്ലെങ്കിൽ കെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഏത് കോൺസ്റ്റന്റ് ആണെങ്കിൽ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പറയാൻ സാധിക്കും, ഇൻ്റഗ്രൽ 0 ഡി എക്സ്, ഇൻ്റഗ്രൽ 0 ഡി എക്സ് ഈക്വൽ ടു കെ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എഴുതുക, നമുക്കറിയാം കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ തിരിച്ച് നമുക്കറിയാം ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയാം. അതിൻ്റെ കൂടെ നമ്മളൊരു കോൺസ്റ്റന്റ് ഓഫ് ഏതൊരു ഫംഗ്ഷൻ എഴുതിയാലും അതിൻ്റെ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സിയും കൂടെ നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് 1/n+1 x raised to n+1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ x raised to n+1 ഡിവൈഡ് ബൈ n+1 നമ്മൾ എഴുതാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ എഴുതുന്നത്? കോൺസ്റ്റന്റ് ആണ് n+1, അതെങ്കിൽ വെളിയിലെടുക്കാം n+1. പിന്നെ x raised to n+1 ആണെങ്കിൽ നമ്മൾ അങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നത്, ഇൻ്റഗ്രേഷൻ അല്ല, ഡെറിവേറ്റീവ് എഴുതുന്നത് n+1 x raised to ഇതിൽ നിന്നൊന്ന് കുറയ്ക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് അവസാനം എന്താ കിട്ടുന്നത്? x raised to n എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇൻ്റഗ്രൽ x raised to n dx എന്ന് പറയുന്നത് എന്താണ്? x raised to n+1 by n+1. അപ്പോൾ ഇതായിരിക്കും x raised to n dx അതിൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും എഴുതുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സിയും കൂടെ സാധാരണ രീതിയിൽ എഴുതിയേക്കും. സി 0 ആകെ ചെയ്ത് റിയൽ നമ്പർ ആകാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു, നേരത്തെ പറഞ്ഞ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്. പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാവുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് സി. അവിടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചേർക്കുക. അപ്പോൾ ഇതുപോലെ ഏതൊരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് നമുക്കറിയാമെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതിൻ്റെ ഇൻ്റഗ്രൽ എന്നതാണ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് 0 ഡി എക്സ് ആണെങ്കിൽ കെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കെ പ്ലസ് സി എന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പിന്നെ വേറെ സിയുടെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ സൈൻ എക്സ് എഴുതാമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് സി വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x raised to n ആണ്. അപ്പം തിരിച്ച് നമ്മൾ പറയാം ഇൻ്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to n+1 by n+1 plus c. ഡിവൈഡ് x e raised to x എന്ന് പറഞ്ഞാൽ e raised to x ആണ്. അപ്പോൾ തിരിച്ച് നമുക്ക് എന്നാ പറയാം? ഇൻ്റഗ്രൽ e raised to x ഈക്വൽ ടു e raised to x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ് അറിയാവുന്ന ഫംഗ്ഷൻ്റെ എല്ലാം നമുക്ക് തിരിച്ച് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? അതിൻ്റെ ഇൻ്റഗ്രല് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ ഇനി അടുത്ത നിങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് തരികയാണ്. ആ ഇൻ്റഗ്രൽ നിങ്ങളത് കാണാൻ പഠിച്ചിരിക്കണം. കുറേ സ്റ്റാൻഡേർഡ്
ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽസ് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കുക. അതിനെക്കുറിച്ച് ഇനി ഞാൻ കുറച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങളത് എപ്പോഴും ചോദിച്ചാലും കാണാൻ പറയത്തക്ക രീതിയിൽ അതിൻ്റെ ഇൻ്റഗ്രൽസ് നിങ്ങൾ പഠിച്ചിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചില സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളിത് കാണാൻ പഠിച്ച് വെക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റഗ്രൽ കെ ഡി എക്സ് സിക്കൽ ടു കെ എക്സ് ഡി എക്സ് ആണ്. അതായത് നമ്മളിപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് നമ്മൾ നിർത്തിയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ കെ ഡി എക്സ് നമ്മൾ എപ്പോഴും എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ എക്സ് എന്ന് തിരിച്ചു കിട്ടും, പിന്നെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ 0 ഡി എക്സിൻ്റെ നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് 0 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ തിരിച്ചു പറയാം ഇൻ്റഗ്രൽ 0 ഡി എക്സ് ഈസ് ഈക്വൽ ടു സി എന്ന് പറയും. സി എന്ന് പറയുന്നത് കെ ആകാം, ഏതൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. നമ്മൾ മുമ്പ് കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പോലെ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ സി പറയുന്നുണ്ട്, ഇത് സി എന്ന് പറയും. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ 1 ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നറിയാം. അതായത് ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം 1 ആണെന്ന് അറിയാം. അപ്പോൾ തിരിച്ച് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എല്ലാത്തിനും ചേർക്കുന്നതുകൊണ്ട് എക്സ് പ്ലസ് സി എന്ന്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ് വൈസ് ടു ഡി എക്സ് എക്സ് വൈസ് ടു, അതായത് ഇവിടെ വരുന്ന പവറിനെ ഒന്ന് കൂട്ടുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് സി എന്ന്. ഇവിടെ എന്നെ നെഗറ്റീവ് ആകാൻ പാടില്ല. നെഗറ്റീവ് ആകുമ്പോൾ ഫ്രാക്ഷൻ ഇത് ഡിനോമിനേറ്ററിലേക്ക് വരുന്നതുകൊണ്ട് നമുക്കത് വേറെ ഫോർമുലയായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ -1 ആകാത്ത കേസിൽ നമുക്കിത് അതുതന്നെയല്ല -1 ആകുമ്പോൾ ഇവിടെ 0 വരും, നോട്ട് ഡിഫൈൻഡ് ആകും. 1/x log x dx 1/x raised to n dx ആണെങ്കിൽ -1 ഇവിടെ വരുന്ന പവർ n-1 x raised to n-1 എന്ന് വരും. അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഡി ബൈ ഡി എക്സ് ഓഫ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് 1/s³ dx കാണുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇവിടെ -1 എഴുതണം, ഡിവൈഡഡ് ബൈ ഇവിടെ n ആണെങ്കിൽ അതിനൊക്കെ 1 കുറവ്, അപ്പോൾ 3 ആണെങ്കിൽ 2x² എന്നാണ് എഴുതും. 1/x raised to 4 ആയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതിയാൽ -1 ഇപ്പോൾ പവറിനേക്കാൾ 1 കുറവെന്ന് പറയുമ്പോൾ 3 ആണ്, 3x raised to 3. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത് ഓർത്തിരിക്കും. 1/√x dx ഇൻ്റഗ്രൽ 1/√x dx 2√x dx √x ആണെങ്കിൽ 2/3 x raised to 3/2. എന്താണ് ഇങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ √x എന്ന് പറയുമ്പോൾ x raised to 1/2 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് 1 കൂട്ടുക, x raised to ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 1 കൂട്ടുക, പവറിനോട് 1 കൂട്ടും, 1/2 + 1/2 + 1 എന്ന് വരും. അപ്പോൾ ഇവിടെ 1/2 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3/2 ആണ്. അപ്പോൾ x raised to 3/2 എന്ന് വരും. 3/2 നമുക്ക് തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എന്നുള്ള റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 x raised to 3/2. അപ്പോൾ ഇവിടെ ഈ പവർ എന്ത് വരുന്നോ അത് തിരിച്ചിപ്പുറത്തിടാമെങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കി എടുത്ത് ഇങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ e⁻x നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. e⁻x log a ആണെങ്കിൽ e⁻x നമ്മളെ ഡി ബൈ ഡി എക്സ് ഓഫ് e⁻x log a കാണുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം 1/log a കോൺസ്റ്റൻ്റ് ആണ്. e⁻x ഡിഫറൻസിയേഷൻ e⁻x log a ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് e⁻x വരും. അപ്പോൾ ഡിഫറൻഷ്യൽ e⁻x dx എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻x log a. അങ്ങനെയാണ് e⁻x log a. അങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഏതൊരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്, അതായത് ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ sin x എടുക്കുകയാണെങ്കിൽ -cos x + c, ഇൻ്റഗ്രൽ cos x dx ആണ് sin x + c. പിന്നെ ഇതിൻ്റെ ഈ 4 പ്രൂഫ് നമ്മൾ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഓർത്തിരിക്കുക. ഇൻ്റഗ്രൽ tan x dx ആണെങ്കിൽ log sec x + c, ഇൻ്റഗ്രൽ cot x dx ആണെങ്കിൽ log sin x + c, ഇൻ്റഗ്രൽ sec x dx ആണെങ്കിൽ log sec x + tan x + c, ഇൻ്റഗ്രൽ cosec x dx ആണെങ്കിൽ log cosec x - cot x + c. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആഡ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ c² വരികയാണെങ്കിൽ അതിന് ഇൻ്റഗ്രൽ tan x dx ആണ്. cos² x dx ആണെങ്കിൽ -cot x dx, sec x tan x ആണെങ്കിൽ sec x + c, cosec x cot x ആണെങ്കിൽ -cosec x + c. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് അറിയാവുന്നതാണ് നമുക്കിപ്പോൾ. tan x-ൻ്റെ അറിയാം, എക്സാമ്പിളായിട്ട് tan x-ൻ്റെ ഡെറിവേറ്റീവ് c² x ആണ്.
ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പറയുമ്പോൾ ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എഴുതുമ്പോൾ എപ്പോഴും ഡി എക്സ് വേണം. ഏത് വേരിയബിളാണോ അത് ആ വേരിയബിളിൻ്റെ ഡി എക്സ് അവിടെ എഴുതിയിരിക്കണം. വൈ ആണ് ഡി വൈ എന്ന് എഴുതാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സി സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? അതിൽ ഇൻ്റഗ്രേഷൻ എന്താണ്? ടാൻ എക്സ് പ്ലസ് കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേഷൻ എപ്പോഴും എഴുതേണ്ടതുകൊണ്ട് ടാൻ എക്സ്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഇവിടെ വരെയുള്ള ഈ റിസൾട്ട്. അപ്പം ചുരുക്കത്തിൽ ഈ 20 റിസൾട്ട് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് കുറച്ച് റിസൾട്ട് കൂടെ വരുന്നുണ്ട്. ഏകദേശം ഒരു 50 അടുത്ത് റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ നിങ്ങളത് കാണാതെ പഠിച്ച് വെക്കുക. അപ്പോൾ ഈ രീതിയിൽ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ തിരിച്ചതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ ഈ രീതിയിലാണ് നമ്മളത് കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അത് ഇൻ്റഗ്രൽ നമ്മൾ കാണുന്ന വിധമാണ്. അപ്പോൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1/√1 - s സ്ക്വയർഡ്. കോസ് ഇൻവേഴ്സ് എക്സ് ആണ് -1/√1 - s സ്ക്വയർഡ്. ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് 1/1 + s സ്ക്വയർഡ്. കോട്ട് ഇൻവേഴ്സ് ആണ് -1/1 + s സ്ക്വയർഡ്. സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് 1/mod x or absolute value of x into √(s²-1). ഇവിടെയാണ് അതിൻ്റെ മൈനസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇൻ്റഗ്രൽ 1/√1 - s² dx is equal to sin inverse x plus sc. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊണ്ട് നമ്മൾ ചേർക്കുക. അടുത്ത ഇതിൽ നിന്ന് നമ്മളിവിടെ വരുന്നു -1/√1 ഇൻ്റഗ്രൽ -1/√1 - s² dx is equal to cos inverse x plus c. ഇത് ഇൻ്റഗ്രൽ 1/1 + s² dx ആണെങ്കിൽ tan inverse x plus c. ഇവിടെ മൈനസ് വരികയാണെങ്കിൽ cot inverse x plus c. ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് mod x into √(s²-1) ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sec inverse x. ഇവിടെ മൈനസ് വരുവാണെങ്കിൽ cosec inverse x. അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ അതിൻ്റെ തിരിച്ച് ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇൻ്റഗ്രലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 6 നമ്മൾ നിങ്ങൾ കാണാൻ പഠിച്ചു. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. പിന്നെ നമ്മളെ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ നമുക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് രണ്ട് ഫംഗ്ഷൻ്റെ സം എടുത്തിട്ട് ഇൻ്റഗ്രൽ കാണുന്നതും സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കാണുന്നതും സെയിം ആണെന്നാണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ്. നമ്മൾ ഡിഫറൻസിയേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് നമുക്ക് കോൺഫാക്റ്റ് ആയിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വിലയെടുത്തിട്ട് ബാക്കിയുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ കാണാം. പിന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് നമുക്കറിയാം ഈ ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട് ഇൻ്റഗ്രലും ഉണ്ട്. രണ്ടും ഒന്നിൻ്റെ കോൺവേഴ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ, ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇതിനുള്ള ക്യാൻസൽഡ് ഫംഗ്ഷൻ തന്നെ വരും കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ആദ്യം ഇൻ്റഗ്രൽ പിന്നെ ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ f(x) ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷനാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. ഡിഫറൻസിയേഷനാണ് ഇൻ്റഗ്രേഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇത് രണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ അത് ഇൻവേഴ്സ് ഇങ്ങോട്ട് ഇൻവേഴ്സ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഫംഗ്ഷൻ തന്നെ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മളെ ഫസ്റ്റ് ഇയർ പഠിച്ച കുറച്ച് ഐഡൻറ്റിറ്റീസ് sin square is equal to 1/2 അല്ലെ 1 - cos 2a/2, cos square 1 + cos 2a/2, tan square c square 1 + tan square c square ആയതുകൊണ്ട് tan square കാണുകയാണെങ്കിൽ നമുക്ക് c square -1. അതുപോലെ തന്നെ cot square കാണുകയാണ് നമുക്ക് എന്ത് പറയാം cos square -1. അപ്പോൾ ഇത്രയും റിസൾട്ട് ഈ ട്രിഗണോമെട്രി എന്നുള്ള ഈ റിസൾട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അത് നമുക്ക് ഇൻ്റഗ്രേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ax + b എന്ന് പറഞ്ഞ ഒരു ഫോർമുലയാണ്. ഇവിടെ ഒരു 14 ഫോർമുല ഉണ്ട്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ആദ്യം നമ്മൾ നേരത്തെ നമ്മളിങ്ങനെ നേരത്തെ പഠിച്ച ഇൻ്റഗ്രൽ x⁻n dx എന്താ x⁻n+1/n+1 c നമ്മൾ. ഇപ്പോൾ എക്സ് തന്നെയാണെങ്കിൽ നമ്മൾ ആ പവർ ഒന്ന് കൂട്ടി അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് സി ഇങ്ങനെയാണ് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചോണ്ടത്. ഇവിടെ എക്സിന് പകരം ax + b n ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ax + b അതുപോലെ തന്നെ എഴുതണം, പവർ അതുപോലെ തന്നെ എഴുതണം, ബൈ ഇവിടെ ഇൻറ്റു എ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡിവൈഡ് ബൈ എയും കൂടെ, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അത് ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇവിടെ n ഒരിക്കലും -1 ആകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്കെടുക്കാം. ഇവിടെ 1/x + b dx ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു ഇൻ്റഗ്രൽ 1/x മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ dx ആയിരുന്നെങ്കിൽ നമ്മൾ log mod x + c എന്ന് എഴുതി. അപ്പോൾ അവിടെ ax + b വന്നതുകൊണ്ട് 1/x-ന് പകരം ax + b വന്നതുകൊണ്ട് log അത് തന്നെ എഴുതി. പക്ഷേ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്യണം, പ്ലസ് c എന്ന് നമ്മൾ എഴുതണം. e⁻x + b e⁻x ആയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു e⁻x ഉള്ളായിരുന്നെങ്കിൽ
ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണ് നമ്മൾ എന്ത് എഴുതിയത്, ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് എഴുതി. ഇവിടെ അതുപോലെ തന്നെ ഇ റേസ് ടു ആ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ എഴുതി ഡിവൈഡ് ബൈ എക്സിൻ്റെ കോഷ്യൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ത്രൂ ഔട്ടിൽ എക്സിൻ്റെ കോഷ്യൻ ഡിവൈഡ് ചെയ്യുക. ബാക്കിയെല്ലാം നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. അത് മാത്രം ഇവിടെ ഓർത്തിരിക്കാൻ പറ്റും. പക്ഷേ സൈൻ എക്സ് ആണ് നമുക്കറിയാം, കോസ് എക്സ് എഴുതി ഡിവൈഡ് ബൈ എക്സിൻ്റെ കോഷ്യൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ് എക്സ് ആണ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എ എക്സ് പ്ലസ് ബി അതുപോലെ തന്നെ ഡിവൈഡ് ബൈ എ എഴുതി. ബാക്കിയെല്ലാം നേരത്തെ പഠിച്ച പോലെ തന്നെ. ടാൻ ആണെങ്കിൽ നമുക്കറിയാം ലോഗ് സി കെ എക്സ് പ്ലസ് ബി ബൈ എ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോട്ടക്സിൻ്റെ ആയിരുന്നു നമുക്കറിയാം ലോഗ് സൈൻ എക്സ് ആയിരുന്നു. അപ്പോൾ എ എക്സ് പ്ലസ് ബി വന്നതുകൊണ്ട് ഇവിടെ എ എക്സ് പ്ലസ് ബി വന്നു. പക്ഷേ എക്സിൻ്റെ കോഷ്യൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന എക്സിൻ്റെ കോഷ്യൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സി കെ എക്സ് പ്ലസ് ബി ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ ആണെങ്കിലോ ലോഗ് സി കെ എക്സ് പ്ലസ് ടാൻ എക്സ് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അവിടെ എക്സ് പ്ലസ് ബി തന്നെ ഇവിടെ എഴുതുന്നു, ഡിവൈഡ് ബൈ എ. ഇൻ്റഗ്രൽ കൊസി കെ എക്സ് പ്ലസ് ബി, ഇൻ്റഗ്രൽ കൊസിക്ക് ആയിരുന്നെങ്കിൽ ലോഗ് കൊസിക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ എ എക്സ് പ്ലസ് ബി ഇവിടെ അങ്ങ് എഴുതി ചേർക്കുന്നു, ഡിവൈഡ് ബൈ എ. അത് മാത്രം ഓർത്തിരുന്ന് വെച്ചാൽ മതി. സി സ്ക്വയർ ആണെങ്കിൽ സി സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ ടാൻ എക്സ് പ്ലസ് സി നമ്മൾ പഠിച്ചു. എ എക്സ് പ്ലസ് ബി ആണ് ഇവിടെ എക്സ് പ്ലസ് ബി എഴുതി, ഡിവൈഡ് ബൈ എ. കൊസി സ്ക്വയർ ആണെങ്കിൽ മൈനസ് കോട്ട് എക്സ് ആണ്. കൊസി സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ മൈനസ് കോട്ട് എക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ബി വന്നുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് ബി എഴുതി ഡിവൈഡ് ബൈ എ എന്ന് എഴുതി. ഇത് നമ്മൾ സീക്ക് എക്സ് ടാൻ എക്സ് പഠിച്ചു. അങ്ങനെയാണ് സീക്ക് എക്സ് പ്ലസ് സി ആയിരുന്നു. അവിടെ എക്സ് പ്ലസ് ബി വന്നുകൊണ്ട് എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എ എന്ന് എഴുതി, പ്ലസ് സി കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ അതുപോലെ തന്നെ കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആയിരുന്നെങ്കിൽ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ബി ഉള്ളതുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എ എന്ന് എഴുതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 14 ഫോർമുലയും കൂടി ഈ എക്സ് പ്ലസ് ബി എന്നുള്ള ഈ പ്രത്യേക രീതിയിലുള്ള ഈ 14 ഫോർമുല നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഏത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഈ ഫോമിലുള്ള ഏത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 39ഓളം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ അത്രയും ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ എത്രയും വേഗം നിങ്ങൾ പഠിക്കുക. അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനും പറ്റും. ഇതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ഈസി ആയിട്ട്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഒരു 39 റിസൾട്ട്സ് ഇൻ്റഗ്രൽസ് ഞാൻ എഴുതി തന്നു. അത് നിങ്ങൾ എത്രയും വേഗം പഠിച്ചതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഇൻ്റഗ്രൽ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എ ഡി എക്സ് ആണ്. ഇത് കണ്ടുപിടിക്കും, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിങ്ങനെ പഠിച്ചു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കുന്ന ഡി എക്സ് കാണുന്നു, പ്ലസ് എങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എങ്കിൽ മൈനസ്. അടുത്ത ഇൻ്റഗ്രൽ കൊടുക്കുന്നു ജി ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ എത്ര ഫംഗ്ഷൻ ഉണ്ടോ അതിന് നമുക്ക് സമ്മാണ് മൈനസ് ആണ് മൈനസ് ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ എ സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ഡി എക്സ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അത് ഇതുപോലെ തന്നെ പ്ലസ് മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് അല്ലെങ്കിൽ പ്ലസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം എടുക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന കോൺസ്റ്റൻ്റ് ഉണ്ട്. അത് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എ ഇൻറ്റു ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ഡി എക്സ്, ബി ഇൻറ്റു ബി കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിൽ എടുക്കുന്നു എക്സ് ഡി എക്സ് പ്ലസ് സി ഡി എക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്കിതിനെ എ ഇൻറ്റു നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആണ് നമ്മളിങ്ങനെ എഴുതും. എക്സ് റൈസ് ടു n+1 ബൈ n+1 നമ്മൾ എഴുതും. അപ്പോൾ അതനുസരിച്ച് നമുക്കിതിനെ ഇവിടെ വരുന്ന പവർ എന്തോ അതിനെയൊക്കെ ഒന്ന് കൂട്ടി എഴുതും. അപ്പോൾ എന്തെഴുതാം s³ 3 പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ കഴിഞ്ഞു, ഇൻ്റഗ്രേഷൻ നമ്മൾ ആ പ്രോസസ്സ് കഴിഞ്ഞു. അടുത്ത ബി ഇൻറ്റു എക്സ് റൈസ് ടു 1 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 1+1 2 എന്ന് എഴുതാം s²/2. ഇവിടെ വരുന്ന അതേ പവർ തന്നെ താഴോട്ട് എഴുതാം പ്ലസ് ഇൻ്റഗ്രൽ ഡി എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1dx എന്ന് പറഞ്ഞാൽ തന്നെ എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സി എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് കൂടെ എഴുതും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ അവസാനം നിങ്ങളൊരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ എഴുതി ചേർക്കണം. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരും. രണ്ടാമത്തെ എടുക്കാം ഇൻ്റഗ്രൽ 3s² പ്ലസ് 4s³ dx. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി
അപ്പോൾ ഇനിയിപ്പം ഓരോ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. കോൺസ്റ്റൻ്റ് അത് വെളിയിലെടുത്ത് നമുക്ക് ഒറ്റ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. ഇൻ്റഗ്രൽ 3 ഇൻറ്റു ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ 4 നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. എസ് ക്യൂബ് ഡി എക്സ് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തരും. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് നമുക്ക് 3 ഇൻറ്റു എസ് ക്യൂബ് ബൈ 3 എന്ന് എഴുതാം. കാരണം 2 + 1 3 ആണ് ബൈ 3 പ്ലസ് ഇതിൻ്റെത് അവസാനം കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇട്ടാൽ മതി. 4 ഇൻറ്റു എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് സി എഴുതിച്ചാൽ നമുക്കിവിടെ 3 ക്യാൻസൽ ചെയ്തിട്ട് എസ് ക്യൂ പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് സി ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എന്ന് പറയാം. അടുത്ത നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനിലേക്ക് വരാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2 ബൈ 3 പ്ലസ് 1 ഡി എക്സ്. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എക്സ് റേസ് ടു 2 ബൈ 3 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ് തന്നെ എഴുതും. അല്ലെങ്കിൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു n ആണെങ്കിൽ എക്സ് റേസ് ടു n + 1 ബൈ n + 1 ആണ്. അപ്പോൾ നമ്മൾ ഈ 2 + 3യെ 1 സം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 + 3 + 3 ബൈ 3 5 ബൈ 3 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 5 ബൈ 3 ബൈ 5 ബൈ 3 പ്ലസ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ ഡിവൈഡ് ബൈ 5 ബൈ 3 എന്ന് പറഞ്ഞാൽ ഇപ്പം 1 ഡിവൈഡ് ബൈ 5 ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 1 ഇൻറ്റു 3 ബൈ 5 എന്ന് എഴുതാം. ഇത് ഈ ഡിവൈഡ് ബൈ 5 ബൈ 3 എന്നുള്ളത് നമുക്ക് 3 ബൈ 5. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നമുക്കിങ്ങനെ ഇവിടെ 5 ബൈ 3 എഴുതുന്നെങ്കിൽ നമുക്ക് ഈ താഴെ നിന്നുള്ളത് തിരിച്ച് എക്സ് റേസ് ടു 5 ബൈ 3 ഈ രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ 5 ബൈ 3 ആണ്, ഇവിടെ 3 ബൈ 5. അപ്പോൾ ഇനിയും തൊട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് എഴുതുകയാണ്. ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത് മനസ്സിലായത്. പ്ലസ് ഈ എക്സ് പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരാൻ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2 ബൈ 3 പ്ലസ് 2 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെളിയിലെടുത്ത് എക്സ് റേസ് ടു 2 ബൈ 3 ഡി എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് 1 ബൈ എക്സ് ഡി എക്സ്. സ്പ്ലിറ്റ് മൂന്നായിട്ട് നമ്മൾ 3 ഫംഗ്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ എക്സ് റേസ് ടു 2 ബൈ 3 നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 3 ബൈ 2 3 ബൈ 5 എക്സ് റേസ് ടു 5 ബൈ 3 എഴുതി ഇവിടെ ചെയ്ത പോലെ തന്നെ പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇപ്പോൾ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനും മാറ്റമില്ലാത്ത ഒരേ ഒരു ഫംഗ്ഷനാണ് ഇ റേസ് ടു എക്സ് എന്നുള്ളത് മൈനസ് 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് ഇത് നമ്മുടെ കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേഷനും സിയും കൂടെ എഴുതി ചേർക്കും. നമുക്ക് അടുത്ത കുറച്ച് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ നോക്കാം. ഇൻ്റഗ്രൽ 2x 3x മൈനസ് 3 cos x പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ 2s² minus 3 sin x plus 5 root x dx. Integral root x into 3s square plus 2x plus 3 dx. Integral s square into 1 minus 1 by s square dx. Integral root x minus 1 by root x the whole square dx. Integral 4 e raised to 3x plus 1 dx. നമുക്ക് ഇത്രയും ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ. ഓൾറെഡി ഞാനൊരു 39 സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് തന്നത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ നോക്കാം. 2x മൈനസ് 3 cos x പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്.
അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമ്മളിതിനെ 3 ഇൻ്റഗ്രൽസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ ഇവിടെ കണ്ടുപിടിക്കാം. 2 ഇൻറ്റു ഇത് എസ് സ്ക്വയർ ബൈ 2 റൈസ് ടു 1 ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് 1 + 1 2/2 എന്ന് വരും. മൈനസ് 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് തന്നെയാണ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സിയും കൂടെ നമ്മൾ എഴുതി ചേർക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 2s² മൈനസ് 3 സൈൻ എക്സ് പ്ലസ് 5 റൂട്ട് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് 2 ഇൻറ്റു ഇൻ്റഗ്രൽ s² ഡി എക്സ് മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്. നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തു റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച്. നമുക്ക് ഓരോന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എഴുതാൻ 2 ഇൻറ്റു s² എന്താണ് s² s³/3 ആണ്. എക്സ് റൈസ് ടു ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n ആണെങ്കിൽ എക്സ് റൈസ് ടു n+1/n+1 ആണ്. മൈനസ് 3 ഇൻറ്റു സൈൻ എക്സിൻ്റെ നമ്മൾ ഡി എക്സ് എപ്പോഴും എഴുതണം. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് കോസ് എക്സ് ആണ് പ്ലസ് 5 ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2/3 എക്സ് റൈസ് ടു 3/2. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2/3 എക്സ് റൈസ് ടു 3/2. അതിനുശേഷം നമ്മളത് പ്ലസ് സിയും കൂടെ എഴുതി ചേർക്കണം. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2/3 s³ പ്ലസ് 3 cos x പ്ലസ് 10/3 എക്സ് റൈസ് ടു 3/2 പ്ലസ് സി എന്ന് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനോടെ ചേർത്ത് നമുക്കിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് 3s² പ്ലസ് 2x പ്ലസ് 3 dx. ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് എക്സിനെ നമുക്ക് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം 3 ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു s² എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് റൈസ് ടു 1/2 ഇൻറ്റു എക്സ് റൈസ് ടു 2 ആണ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2 ആണ്. എ റൈസ് ടു m ഇൻറ്റു എ റൈസ് ടു n എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതിയാൽ എ റൈസ് ടു 1 + 2/2 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ എക്സ് റൈസ് ടു 5/2 എന്ന് എഴുതാൻ സാധിക്കും. എൽ സി ഒക്കെ എഴുതുമ്പോൾ 2 × 2 4 + 1 5/2 എന്ന് എഴുതും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ എഴുതിപ്പോയാൽ അല്ലെങ്കിൽ 3 × എക്സ് റൈസ് ടു 5/2 പ്ലസ് ഇവിടെയാണെങ്കിൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് വരും. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 ആണ്. ഇത് എക്സ് റൈസ് ടു 1/2 വരും. അപ്പോൾ 1/2 എക്സ് റൈസ് ടു 1 + 1/2 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 3/2 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് 2x റൈസ് ടു 3/2 എന്ന് എഴുതാം പ്ലസ് 3 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ഈ റൂട്ട് എക്സ് കൊണ്ട് ഇതിനെ ഓരോ എലമെൻറ്റിനെ നമ്മൾ ഓരോ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷൻ എഴുതാം 3 ഇൻറ്റു എക്സ് റൈസ് ടു 5/2 dx എക്സ് റൈസ് ടു 5/2 dx പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 3/2 പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്. ഇനി ഓരോന്നിൻ്റെ നമുക്ക് ഇൻ്റഗ്രേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് 3 ഇൻറ്റു 5/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 5/2 പ്ലസ് 2/2 ദാറ്റ് ഈസ് 7/2 എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ പവർ എഴുതുമ്പോൾ നമുക്ക് 3 ഇൻറ്റു എക്സ് റൈസ് ടു 7/2 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 7/2 എന്നുള്ള നമുക്ക് 2/7 എന്ന് എഴുതും. നമ്മൾ നേരത്തെ അത് പറഞ്ഞു. 2 ഇൻറ്റു എക്സ് റൈസ് ടു 3/2 ആണ്. അപ്പോൾ 3/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 3/2 പ്ലസ് 2/2 ദാറ്റ് ഈസ് 5/2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2/5 എക്സ് റൈസ് ടു 5/2 എന്ന് എഴുതാം പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2/3 എക്സ് റൈസ് ടു 3/2 ആണ് പ്ലസ് സി എന്ന് എഴുതാം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതി നമുക്ക് എങ്ങനെ എഴുതാം 6/7
എക്സ് റേസ് ടു 7/2. ഇത് 4/5 എന്ന് എഴുതും. എക്സ് റേസ് ടു 5/2. 3 3 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2x റേസ് ടു 3/2 പ്ലസ് സി എന്ന് എഴുതും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ s സ്ക്വയർ ഇൻറ്റു 1 - 1/s² dx ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഈ എസ് സ്ക്വയറിലെ ഓരോ ടേമിനെയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇന്റഗ്രൽ s സ്ക്വയർ മൈനസ് s സ്ക്വയർ ഇൻറ്റു 1 - s² എന്ന് പറയുമ്പോൾ എന്താണ് 1 dx ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഇന്റഗ്രൽ s സ്ക്വയർ dx മൈനസ് ഇന്റഗ്രൽ 1 dx ഉണ്ട്. s സ്ക്വയർ dxനെ എന്താ എഴുതാം? s³ മൈനസ് എക്സ് പ്ലസ് സി. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇവിടെ നമ്മൾ ചേർത്ത് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുമ്പോൾ ഒരു പവർ ഒന്നുകൂടെ കൂട്ടിയാൽ 3/3 വരും. 1 dx x ആണ് നമുക്കറിയാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ √x മൈനസ് 1/√x ഹോൾ സ്ക്വയർ ആണ് dx. അപ്പോൾ ഇത് a - b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതണം? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. ഇപ്പോൾ √x സ്ക്വയർ √x എന്ന് പറയുമ്പോൾ എന്താണ്? x ആണ്. മൈനസ് ഈ √x ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2 എന്ന് വരും. പ്ലസ് √x സ്ക്വയർ 1 സ്ക്വയർ 1 √x സ്ക്വയർ x dx ആയിട്ട് വരും. ഇനി നമുക്ക് റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചാൽ ഇന്റഗ്രൽ x dx മൈനസ് ഇന്റഗ്രൽ 2 dx പ്ലസ് ഇന്റഗ്രൽ 1/x dx. ഈ x dxൻ്റെ എന്താണ്? s²/2 മൈനസ് 2x ഇന്റഗ്രൽ 1 dx എന്ന് പറയുമ്പോൾ x ആണ്. ഇത് ലോഗ് മോഡ് x പ്ലസ് സി എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആയിട്ട് വരുമ്പോൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ 4e⁻³ പ്ലസ് 1 dx ആണ്. ഇത് നമുക്ക് റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് രണ്ട് ഇൻ്റഗ്രലായിട്ട് എഴുതിയാൽ ഇന്റഗ്രൽ 4 × e⁻³ dx പ്ലസ് ഇന്റഗ്രൽ 1 dx. ദാറ്റ് ഈസ് 4 × നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. e⁻x മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അതിൻ്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് e⁻x ആണ്. e⁻ax പ്ലസ് b ആണെങ്കിലോ e⁻ax പ്ലസ് b എഴുതണം. അതിൻ്റെ കൂടെ തന്നെ ഡിവൈഡ് ബൈ എയും കൂടെ എഴുതും. അപ്പോൾ ഇവിടെ 3x കൂടെ വന്നതുകൊണ്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് e⁻3x അതുപോലെ തന്നെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ 3 എഴുതണം. പ്ലസ് ഇന്റഗ്രൽ 1 dx x ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്താണ്? സിയും കൂടെ നമ്മൾ എഴുതി ചേർക്കുക.